ഇമാം മഹ്ദി വരുന്ന കാലത്തെക്കുറിച്ച് ഉബശ്ശിറുകും ബിൽ മഹ്ദി, ഇമാം മഹ്ദി വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. يبعث المهدي على اختلاف من الناس وزلزال فيملأ الأرض قسطا وعدلا كما ملئت ظلما وجورا ويرضى عنه ساكن السماء وساكن الأرض ويقسم المال سحاحا. ഇവതങ്ങൾ പറഞ്ഞ ഹദീസ്, ഞാനിതാ നിങ്ങൾക്ക് സന്തോഷവാർത്ത തരുന്നു, ഇമാം മഹ്ദി വരും. നിങ്ങളെ ഏറ്റെടുക്കാൻ, ഈ ഉമ്മത്തിന് നീതി നഷ്ടപ്പെടുമ്പോൾ, ഈ ഉമ്മത്തിനെതിരെ ശത്രുക്കൾ കൈനീട്ടുമ്പോൾ, ഈ ഉമ്മത്തിനെ സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായമായി ഇമാം മഹ്ദി നിങ്ങൾക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിലാണ് ഇമാം മഹ്ദിക്ക് അല്ലാഹു യോഗ്യത നൽകുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധാരണക്കാരനെ പോലെ ഒരു സയ്യിദ് കുടുംബത്തിൽ ദമസ്കസിന്റെ ഭാഗത്ത് നിന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കാൻ പോകുന്ന ഇമാം മഹ്ദിയെ നബി തങ്ങൾ പരിചയപ്പെടുത്തി. അത് ഇമാം മഹ്ദിയാണെന്ന് ഇമാം മഹ്ദി പോലും അറിയുന്നത് ഒരു രാത്രി കൊണ്ടായിരിക്കും. യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരു രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന് യോഗ്യത നൽകുന്നത്, പവർ നൽകുന്നത്. ആ മഹാന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും, മഹാനായ ഇബ്നു കസീർ എന്നവർ അതിന് കൊടുത്ത മനോഹരമായ ഒരു അർത്ഥമുണ്ട്. യുഹയ്യിഉഹുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല ആ മഹാനെ യോഗ്യനാക്കും ലിൽ ഖിലാഫ, ഈ ഖിലാഫത്തിന് യോഗ്യനാക്കും, ഉമ്മത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ യോഗ്യനാക്കും. ഫി അയ്യാമിൽ ഫിതനി വൽ മലാഹിമിൽ അഖീറ, ലോകത്ത് നടക്കാൻ പോകുന്ന ലോക മഹായുദ്ധങ്ങൾ ഇനിയും വരാനുണ്ട്. അൽ മലാഹിം എന്നാണ് ഇതിനെപ്പറ്റി പറയാ. മലാഹിം ഭീകരമായ വിപത്തുകൾ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇനി വരാനുണ്ട്. ഇമാം മഹ്ദിയുടെ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. വിധങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതിലെല്ലാം ഇമാം മഹ്ദിയുടെ സൈന്യത്തിനാണ് അല്ലാഹു തആല വിജയം നൽകുന്നത്. ഇമാം മഹ്ദിയെ അല്ലാഹു തആല ഖിലാഫത്തിന് യോഗ്യൻ മഹാനെ ശുദ്ധിയാക്കുന്നു. ഇമാം മഹ്ദി നബിയല്ല, മഹായുഗ പുരുഷനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വരുന്ന ആളാണ്. ഈ ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്ന ആളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ബശ്ശിറുകും ബിൽ മഹ്ദി, ഞാൻ നിങ്ങൾക്ക് മഹ്ദിയെ സന്തോഷവാർത്ത അറിയിച്ചു തരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഇമാം അബൂ ദാവൂദ്, അഹ്മദ് എന്നിവരെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യസ്രിബ്. ബൈത്തുൽ മുഖദ്ദസ് പരിശുദ്ധമായ അഖ്സാ പള്ളിയുള്ള സ്ഥലം, ബൈത്തുൽ മുഖദ്ദസ്. ഞാൻ ആ പള്ളി കണ്ടു, അവിടെ ഒരു ജുമുഅക്ക് നിസ്കരിച്ചു, അവസരം ഉണ്ടായി, അൽഹംദുലില്ലാ. ആ പള്ളി ഇന്ന് ജൂതന്മാരുടെ കയ്യിലാണ്. അങ്ങോട്ട് ജുമുഅക്ക് കടക്കണമെങ്കിൽ തന്നെ ആ നാട്ടുകാരായ മുസ്ലിമീങ്ങളായ ആളുകൾ എബവ് 60, 60 മുകളിലുള്ള ആൾക്കാരെ ആ നാട്ടുകാരുടെ കടത്തിവിടും. വിദേശികളായ ഫലസ്തീൻകാരെല്ലാം അറബികളാണെങ്കിൽ മിനിമം 40 വയസ്സ് കഴിയണം അങ്ങോട്ട് കിടക്കണമെങ്കിൽ. നമ്മുടെ ഇന്ത്യക്കാർക്കൊക്കെ അങ്ങനെ റാഹത്ത്, ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില എപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് ചെറുപ്പക്കാർക്കും വലിയവർക്കൊക്കെ പോകാൻ പറ്റും. ഹോളി ടൂറൊക്കെ, ഹോളി ലാൻഡ് ടൂറൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ടല്ലേ, വേഗം പോട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എൻ്റെ അടുത്ത് അബു എൻ്റെ അടുത്തതാ, നമ്മളെ സ്വന്തം ആളാ, നമ്മൾ വാങ്ങിക്കോളി. ഞങ്ങൾ തമ്മിലുള്ള കണക്ക് ശരിയാക്കി. പിന്നെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം ഇപ്പം മുബാറക് ഹസനാജിക്ക് എനിക്ക് അരമണിക്കൂർ അയാൾ പറഞ്ഞു അതിന്റെ അവസ്ഥ എന്താണ് കേട്ടിട്ട് വലിയ ബേജാറുണ്ട്. പക്ഷെ എനിക്ക് ബേജാറെന്ന് തോന്നുന്നില്ല, അതെന്തായാലും വിജയിക്കും തന്നെ തോന്നുന്നത്. ഒന്നുമില്ലല്ലോ, കെബീർ വൈസ് ഒരു ബേജാറുമില്ല. പക്ഷെ ഹസനാജിക്ക് ഇത് മുബാറകാജി പറയേണ്ടത് ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ 30 റൂം കിട്ടണം എന്നാണ്. അത് ആയിക്കോട്ടെ, സാരല്ല, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ ഫ്രൂട്ട് ആൻഡ് ഉച്ചയ്ക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് കുറേ ആളുകൾ, പ്രഗത്ഭരായ ആളുകൾ, നമ്മുടെ നാട്ടുകാരായ തായൽ കുടുംബം മൊത്തം ഒരുപാട് ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ, നമ്മുടെ പരിസരത്തുള്ള ഞാൻ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സെക്രട്ടറി അൽഹംദുലില്ലാ, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും ഖിയാമത്ത് നാൾ വരെ നമ്മുടെ പള്ളി നിലനിൽക്കുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്ക് വരുന്ന ഓരോ
അംശത്തിലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവസരം ഇന്ന് ചെയ്തു, നാളെ നമ്മൾ നേരം വെക്കുമ്പോൾ മരിച്ചുപോയി, ഒന്നും പറയാൻ പറ്റൂല. മരിക്കാൻ കിടക്കുമ്പോ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോ എന്താ പറയാന്നറിയോ? റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ. പടച്ചോനെ, ഞാൻ എന്തെങ്കിലുമൊക്കെ പള്ളിയിൽ കൊടുക്കാന്നൊക്കെ വിചാരിച്ചു, നാളെ കൊടുക്കാൻ നേരം കിട്ടി റബ്ബേ, ഞാനതാ സെക്രട്ടറിയോടൊന്ന് പറഞ്ഞോട്ടെ, അതിനൊരു സമയം എന്താ റബ്ബേ, ഇപ്പൊ പിടിക്കല്ലേ, ഫഅസ്സദ്ദഖ, ഞാൻ കൊടുത്തോളാം, സമയം കഴിഞ്ഞു എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ആലോചിച്ചിരിക്കണ്ട, വല്ലാണ്ട് ആലോചിച്ച ഇബ്ലീസ് തലേ കയറും, അത് നിനക്കെന്നെ എടുത്താൽ പോരെ എന്ന് ചോദിക്കും. അതാണ് ഇപ്പൊ നന്മ വരുമ്പോ പെട്ടെന്ന് ഖൈറുൽ ഉമൂരി അജലുഹു എന്നാ പറയാ, ഏറ്റവും നല്ല നന്മകൾ പെട്ടെന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഇതുവരെ വന്നിട്ടില്ല. ഉമർ തങ്ങളുടെ കാലത്ത് കുറച്ചു നേരം കിട്ടി, പിന്നെ തിരിച്ചുപോയി. അതിനുശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ, നൂറുദ്ദീൻ സംഗിയുടെ കാലത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു പിടിച്ചു, വീണ്ടും നഷ്ടമായി, ഇപ്പോഴും നഷ്ടമായിരിക്കുകയാണ്. ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിംകളുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം. ഖറാബു യസ്രിബ്, അന്ന് മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന അന്ന് നാശമാവും അത്രേ, മദീനയിൽ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം തീർന്നാൽ, നമ്മുടെ ഫലസ്തീൻ ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ, ലോക മുസ്ലിമീങ്ങൾ ഹറമിലെ ഇമാമുമാർ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിഷയം, നമ്മളത് പലതും പറയും. ചിലരൊക്കെ പറയും ഫലസ്തീനയുടെ സ്വഭാവം കണ്ട അവരുടെ നാട്ടിൽ അത് ഉണ്ടാവും എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറഞ്ഞേക്കണ്ട, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളാണ്. അർളു ഷാം, ഇതൊക്കെ ഷാം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഫസാദു ഷാമി ഫസാദു ദുനിയ, ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവും എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ജോർദാൻ, ലബനാൻ, ഫലസ്തീൻ, ഈ രാജ്യങ്ങൾ കൂടുന്ന പ്രദേശമാണ് നബി തങ്ങൾ പറയുന്ന ഷാം. അവിടെ പ്രശ്നമുണ്ടോ, അത് ലോക പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അത് ആഗോള ഗ്ലോബൽ ഇഷ്യൂസ് അതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്നാണ്. നമ്മളിപ്പോ കറന്റ് അതിന്റെ രാഷ്ട്രീയ നീക്കുപോക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾ പറയാൻ, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യസ്രിബ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കുന്നത്, ആ പരിശുദ്ധമായ പള്ളി, നബി തങ്ങളുടെ മിഅ്റാജ് നടന്ന പള്ളി എവിടെയാണ്? മിഅ്റാജിന് ബുറാക്കിന് കെട്ടിയിട്ട പാറയുടെ അടയാളം ഇപ്പോഴും അവിടെ കാണാൻ കഴിയും. വലിയൊരു അത്ഭുതമുള്ള പ്രദേശമാണ്. ബുറാക്കിന് കെട്ടിയിട്ട സ്ഥലേ ഇപ്പോഴോടുണ്ട്. നബി തങ്ങൾ നിസ്കരിച്ച സ്ഥലം അവിടെയുണ്ട്. മസ്ജിദുൽ അഖ്സായുടെ തൊട്ടുമുറ്റത്തുള്ള ആ ഒരു ഡോം ഓഫ് റോക്ക്, ഖുബ്ബത്തു സഖ്റ എന്ന് പറയുന്ന പള്ളി, അതിന്റെ ഉള്ളിൽ, അതിന്റെ പാറയിൽ നബി നിസ്കരിച്ച സ്ഥലമുണ്ട്. എല്ലാം കിടക്കാൻ പുണ്യമായ സ്ഥലം. അവിടം ശരിയായാൽ മദീന പ്രശ്നമാവും. ഖറാബു യസ്രിബ, അത് മദീനയുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമ, മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളുടെ കാരണമാണ്. വഖുറൂജുൽ മൽഹമ, അങ്ങനെ ഒരു വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന, യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഫത്ഹുൽ ഖുസ്തൻതിനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് കാരണമാണ്. വഫത്ഹുൽ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം, ദജ്ജാൽ വരാനുള്ള കാരണം അതായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെതിരിൽ ഒരു യുദ്ധമുണ്ട് ഇമാം മഹ്ദിയുടെ കാലത്ത്. വിശദമായിട്ട് വഴിയെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ, മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാവും, യുദ്ധമുണ്ടാവും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരെ വകവരുത്തും. ഹത്താ യഖ്തബി, വൃക്ഷങ്ങളും വിളിച്ചു പറയും, ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്നൊരു വൃക്ഷം, ഓർക്കിഡ് നല്ല, അത് ഗർഖദ് എന്ന് തന്നെയാണ്. ഗർഖദ് എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴികെ, ഫഇന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് ജൂതന്മാരുടെ വൃക്ഷമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലസ്തീനിൽ ടൂർ പോയാൽ, ഈ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഗൈഡുമാരോടൊന്ന് ചോദിച്ചു നോക്കുക, ഈ ഗർഖദ് വൃക്ഷം എവിടെയാണെന്ന്. അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതിന്റെ സാമ്പിള്. അപ്പൊ മില്യൺ കണക്കിന് ഗർഖദ് വൃക്ഷങ്ങൾ ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്, മില്യൺ കണക്കിന്. എന്തായാലും അത്ഭുതം എന്നറിയോ, അവർക്കറിയാം നമ്മുടെ നബി പറഞ്ഞ സത്യമാണ്.
ഗർഖദ് വൃക്ഷമേ അവരെ സഹായിക്കാനുണ്ടാകൂ എന്ന് ഇന്നത്തെ ജൂതന്മാർ ടെൽ അവീവ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ ആ ഭാഗങ്ങളിൽ ഇസ്രയേലിന്റെ ക്യാപിറ്റൽ അല്ലേ ടെൽ അവീവ് ആണോ? ധാരാളം ഗർഖദുകൾ അവർ നട്ട്. റോഡ് സൈഡ് മൊത്തം ഗർഖദിന്റെ ആയിരക്കണക്കിന് പ്ലാന്റുകൾ. ഇസ്രയേലിന്റെ മാപ്പ് എടുത്താൽ ഇസ്രയേലിന്റെ അതിന്റെ ഒരു ജിയോളജിക്കൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ഏരിയക്ക് തിരിക്കും. മൗണ്ടൻസ് ഉള്ള ഭാഗം, പുഴയുള്ള ഭാഗം, കൃഷിയുള്ള ഭാഗം, ഗർഖദ് വൃക്ഷങ്ങളുള്ള ഭാഗം, പ്രത്യേകം വലിയൊരു ഏരിയ ഇന്ന് കാണാൻ കഴിയുന്നു. യാത്ര പോകുമ്പോൾ കാറ്റലോഗ് കിട്ടുമ്പോൾ നോക്കിയാൽ മതി. മാപ്പ്, ഇസ്രായേലിന്റെ മാപ്പ് കിട്ടുമ്പോൾ അതിൽ കാണും ഗർഖദ് വൃക്ഷം നട്ടുപിടിപ്പിച്ച ഭാഗം. ഇംഗ്ലീഷിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഏരിയ. ഖുർആൻ അവരെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഇന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. നാം വേദം നൽകിയ ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും, യഅരിഫൂനഹു, ആ നബിയെ അവർക്കറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കളെ അവർ തിരിച്ചറിയുന്ന പോലെ എന്റെ റസൂൽ തന്നെയാണെന്ന് വേദം നൽകപ്പെട്ടവർക്കറിയാം. വഇന്ന ഫരീഖൻ മിൻഹും, അവരിൽ ഒരു വിഭാഗം ആളുകൾ യക്തുമൂനൽ ഹഖ്ഖ, സത്യം മൂടിവെക്കുകയാണ്. വഹും യഅലമൂൻ, അവർക്കതറിയാം. ശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 146. അവർക്കറിയാം മൂടിവെക്കാൻ. എന്റെ നബിയെ സ്വന്തം മക്കളെ ഇതിന്റെ മോനാന്നറിയുന്ന പോലെ അവർക്ക് എന്റെ നബി എന്റെ റസൂലാണെന്ന്, മുഹമ്മദ് നബിയെ പറ്റി അവർക്കറിയാം. വേദം നൽകപ്പെട്ടവർക്ക് എന്റെ നബിയെ പറ്റി ഞാൻ പറഞ്ഞു. ആ നബി വന്നപ്പോൾ അവർ ഒളിച്ചു പിടിക്കാൻ മറച്ചു വെക്കുകയാണ്. അതുകൊണ്ട് സമയം രക്ഷപ്പെടാൻ വേണ്ടി ജൂതന്മാർ ഒരുപാട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമേ വിളിച്ചു പറയാതിരിക്കുള്ളൂ, അത് ജൂതന്മാരുടെ മരമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് മാത്രം വിളിച്ചു പറയൂല. ബാക്കി എല്ലാ മരങ്ങളും ഈ ഇമാം മഹ്ദി തങ്ങളുടെ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ പറയുന്നത് ഇന്നത്തെ മോഡേൺ വെപ്പൺസ് ഉപയോഗിക്കാൻ കഴിയില്ല. എന്താണ് അതിന്റെ കാരണം നമുക്കറിയില്ല. കാരണം ഹദീസിൽ വന്നത് മുഴുവനും പുരാതന കാലഘട്ടത്തിലെ ആയുധങ്ങളെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഉലമാ പഠനം നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വേൾഡ് വാർ ഉണ്ടാവുകയോ, ഒരു ആറ്റമിക് അറ്റാക്ക് ഉണ്ടാവുകയോ, ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കുകളോ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ വാർ പ്ലെയിനുകളോ പോലും പറപ്പിക്കാൻ കഴിയാത്ത വിധം യുദ്ധങ്ങൾ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. പഴയകാല ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട കാലം വരും. റൈഫിളുകളല്ല, അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളാൽ, റഡാർ സംവിധാനങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന വാർ പ്ലെയിനുകളോ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളോ ഒന്നും അന്ന് വർക്ക് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അന്ന് ഈ വൃക്ഷങ്ങൾ വിളിച്ചു പറയും. വൃക്ഷങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്, ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ജാഅ റജുലുൻ യഹൂദിയുൻ ഇലൻ നബി, ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി ഒന്നുകൂടെ നമ്മുടെ വളണ്ടിയർമാർ റോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വാഹനവും എന്ത് ചെയ്യരുത്, ബ്ലോക്ക് ആവരുത്. ദൂരയാത്രങ്ങളിൽ കിലോമീറ്ററുകളോളം പോവേണ്ട യാത്രക്കാർ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, റോഡ് എല്ലാവരും മാറി കൊടുക്കണം. റോഡിലേക്ക് ഇമാത്തത്തുൽ അദാ അനി തുരീഖ് സ്വദഖ, റോഡിൽ നിന്ന് മാറി നിന്ന് കൊടുത്താൽ സ്വദഖയുടെ കൂലി കിട്ടില്ല. റോഡ് ആളുകൾക്ക് തടസ്സമില്ലാതാക്കി കൊടുത്താൽ സ്വദഖ ചെയ്ത കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വഴി തടസ്സം ഒരിക്കലും ഉണ്ടാവരുത്. ഒന്നുകൂടെ പറയാണ്, ജാഅ റജുലുൻ യഹൂദിയുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹം വന്നത് നബിയോട് ഒരു കാര്യം പറയാനാണ്. നബിയെ, ഒരു ചെന്നായ എന്റെ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആടിൻ പച്ചത്തെ മേയ്ക്കുന്ന ആളാണ്. ചെന്നായ വന്നപ്പോ ഞാൻ ഓടിച്ചെന്ന് എന്റെ ആടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോ ആ ചെന്നായ എന്നോട് പറഞ്ഞു, അള്ളാഹു എനിക്ക് കൊണ്ടുതന്ന ഒരു ഭക്ഷണം നീ എന്നിൽ നിന്ന് പിടിച്ചു മാറ്റാണോ എന്ന് ചെന്നായ മരുഭൂമിയിൽ എന്നോട് സംസാരിച്ചു. നബിയെ, ഞാൻ അത്ഭുതം കേട്ട് വരാൻ. അപ്പോ ഞാൻ പറഞ്ഞു, ഇതെന്താ സംസാരിക്കുന്ന ചെന്നായ? ടോമാഞ്ചറി അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺ ഫിഗേഴ്സ് കുട്ടികളുടെ ഐപാഡിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ഒറിജിനൽ ലൈവായിട്ട് സംസാരിക്കുകയാണ് ഈ മൃഗം.
ദീബുൻ യതകല്ലമു, ആ ജൂതൻ ചോദിച്ചു, ചെന്നായ സംസാരിക്കുക പടച്ചോനെ, ഇതെന്ത് അത്ഭുതമാണ്. അപ്പോഴാണ് ചെന്നായുടെ മറുപടി, അതഅജബു മിൻ ദാലിക്, നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അഅജബു മിൻഹു, ഇതിനേക്കാളും ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു തരാമെന്ന് ആട്ടിടയനായ ജൂതനോട് പറഞ്ഞ ഒരു കഥ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ചെന്നായ പറഞ്ഞു, റജുലുൻ ബൈനൻ നഖ്ലതൈൻ, അല്ലെങ്കിൽ റജുലുൻ ബൈനൽ ഹർറതൈൻ, ഈത്തപ്പനകളാൽ ചുറ്റപ്പെട്ട രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശത്ത് ഒരാൾ വന്നിട്ടുണ്ട്. ആരാണത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖ്ബിറു, ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവാണെന്ന് പറയുന്ന ഒരാൾ രണ്ട് മലകൾക്കിടയിലെ ഈത്തപ്പന തോട്ടങ്ങളുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നീ അതൊന്ന് പോയിട്ട് കാണ്, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ പറ്റി ആര്? ഈ ചെന്നായ പറഞ്ഞു, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം, റസൂലുള്ളാഹി വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ, അത് പോയി നോക്കടോ. യുഖ്ബിറു, നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും ലോകത്തോട് പറയുന്ന ഒരു പ്രവാചകൻ ആ മദീനയിലുണ്ടോ, പോയി കാണുമെന്ന് ഷാമുകാരനായ മനുഷ്യനോട് പറഞ്ഞപ്പോ ആട്ടിൻപറ്റത്തെ കൂട്ടിലാക്കിയിട്ട് മദീനത്തേക്ക് നടന്നു വന്നതാണ്. നബി തങ്ങൾ അദ്ദേഹത്തെ പള്ളിയിൽ കൂട്ടിക്കൊണ്ടുപോയി സ്വഹാബത്തിനെ കാണിച്ചു കൊടുത്തു. സ്വഹാബികളോട് പറഞ്ഞു, കണ്ടോ